2018 സംഭവം നടന്നിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ അച്ഛനും അമ്മയെ കൂടിയാണ് കിടന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അന്നേരം ആരും ഉണ്ടായില്ല. ചേട്ടനായിരുന്നു MLA പറഞ്ഞു വിട്ടിട്ട് പുള്ളിയാണ് വന്നു കാര്യങ്ങളൊക്കെ നഷ്ടം. ഇത് വീടുകൾ മാത്രമല്ല, ഇവിടെ കടക്കാരുകൾ ഉണ്ടായിരുന്നു. മറ്റ് ആട്, എരുമ അങ്ങനെയുള്ള കന്നുകാലികളെല്ലാം പോയപ്പോഴും താങ്ങും തണലുമായിട്ട് MLA ഉണ്ടായത്. ജനത്തിന് വേണ്ടി ഉപകാരം കിട്ടത്തക്ക രീതിയിലോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സാമ്പത്തിക സഹായം കൊണ്ട് ഇതുപോലെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുത്തതൊക്കെ ആയിട്ട് നമുക്കറിയാം. സാധാരണ കാർഡ്ബോർഡിൻ്റെ ഷീറ്റിലാണ് കിടന്നത്. ആ ഷീറ്റും പ്രകാരം വെള്ളത്തിൽ ഒലിച്ചു പോയി. അന്നേരം MLA വന്ന് കൈപിടിക്കാനുണ്ടായിരുന്നു. പ്രകൃതി ഒന്ന് താണ്ഡവമാടിയപ്പോൾ, ഒരു പ്രളയം പെയ്തൊഴിഞ്ഞപ്പോൾ സർവസ്വവും നഷ്ടപ്പെട്ടത്. ആ ജനതയെ ചേർത്ത് പിടിച്ച നേതാവിൻ്റെ പേരാണ് VD സതീശൻ എന്നുള്ളത്. 2018 പ്രളയത്തിന് ശേഷം പറവൂരിലെ തീരദേശ മേഖലയിലെ പല വീടുകളുടെയും അവസ്ഥ ഈ കാണുന്ന തരത്തിലൊക്കെയായിരുന്നു. ഇത് കണ്ട് ജനകീയനായ VD സതീശൻ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു. പുനർജനി പദ്ധതി, പറവൂരിലെ സാധാരണക്കാർക്ക് വേണ്ടി. ആ പദ്ധതി ഉപയോഗിച്ചുകൊണ്ടാണ് രാഷ്ട്രീയമായി അദ്ദേഹത്തെ തകർക്കാൻ ഇന്നത്തെ ഭരണകൂടം മുന്നോട്ട് വരുന്നത്. നമ്മൾ അന്വേഷിക്കണം പറവൂരിലെ ജനങ്ങൾക്ക് ഈ പദ്ധതിയെപ്പറ്റി എന്താണ് പറയുവാനുള്ളത് എന്ന്. പറവൂർ MLA VD സതീശൻ പുനർജനി പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീടുകളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. നിൽക്കുന്നത് ചിറ്റാറ്റുകര പഞ്ചായത്തിലാണ്. ചിറ്റാറ്റുകര പഞ്ചായത്തിലെ ഒരു വീട് ഇവിടെ ഈ പ്രദേശത്തുണ്ട്. ആ വീടിൻ്റെ വിശേഷങ്ങൾ തിരക്കിയാണ് നമ്മൾ പോകുന്നത്. പറവൂർ നിയോജക മണ്ഡലത്തിലാകെ 300ഓളം വീടുകളും അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൽ നശിച്ച വ്യാപാര സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള നഷ്ടപരിഹാര തുകകളും ഉപജീവന മാർഗത്തിന് വേണ്ടി കന്നുകാലികൾ, അതുപോലെ തന്നെ തയ്യൽ മെഷീനുകൾ, അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതിയായിരുന്നു ഈ പുനർജനി പദ്ധതി. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഈ കാണുന്ന വീട് പുനർജനി പദ്ധതി പ്രകാരം പറവൂരിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ്. ഈ വീടിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്താ? ബിജു. ഇത് ഈ VD സതീശന്റെ പുനർജനി പദ്ധതി പ്രകാരമുള്ള വീടാണോ? അതെ. എൻ്റെ വീട് വെള്ളത്തിൽ ആകെ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ അന്നേരം നമുക്ക് കൈപിടിക്കാനായിട്ട് MLA ഉണ്ടായത്. പിന്നെയെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും പിടിക്കാനും MLA പറഞ്ഞിട്ട് ലിൻസേട്ടനും നമ്മളോടൊപ്പം ഉണ്ടായി. എന്ത് കാര്യത്തിനും ഓടിയെത്താനും പിടിക്കാനും MLA ഉണ്ടായിരുന്നു. പിന്നെ ഈ വീട് നിർമ്മാണം അവസാനം വരെയും MLA ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ചേട്ടൻ എന്താ ചെയ്യുന്നത്? പെയിന്റിംഗ് ആണോ? ഈ വണ്ടി സ്വന്തം വണ്ടിയാണോ? അല്ല, സ്വന്തം വണ്ടിയല്ല, ഞാൻ കൂലിക്ക് നിന്ന് ചെയ്യണേന്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഈ മുറ്റത്ത് തന്നെ ചെയ്യും? അതെ, എല്ലാം ഈ മുറ്റത്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വീട് നല്ല വീടായിരുന്നോ? അല്ല, നേരത്തെ ഉണ്ടായത് ഷീറ്റിലാണ് ഞാൻ കിടന്നിരുന്നത്. ഈ സാധാരണ കാർഡ്ബോർഡിൻ്റെ ഷീറ്റിലാണ് കിടന്നത്. ആ ഷീറ്റും പ്രകാരം വെള്ളത്തിൽ ഒലിച്ചു പോയി. അപ്പോൾ ആകെ നഷ്ടപ്പെട്ട്. അപ്പോൾ അന്നേരം MLA വന്ന് കൈപിടിക്കാനുണ്ടായിരുന്നു. ഈ ബിജു പറഞ്ഞ പ്രാദേശിക കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് ലിൻസേട്ടൻ. ലിൻസേട്ടൻ എന്താ പാർട്ടിയുടെ ഉത്തരവാദിത്വം? ഞാൻ ഇവിടെ മണ്ഡലം സെക്രട്ടറിയാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ പറവൂര് അതുപോലെ തന്നെ പ്രാന്ത പ്രദേശങ്ങളിലുണ്ടായത്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നും വീടില്ലാത്ത അനേകം ആയിരങ്ങൾ ഇവിടെ ഉണ്ടായേനെ. എനിക്ക് തോന്നുന്നു ഈ സർക്കാരിൻ്റെ ലിസ്റ്റിൽ പെടാത്ത പോയ ഒരുപാട് പേർക്ക് ഈ പുനർജനി പദ്ധതി പ്രകാരം വീട് കിട്ടിയതാണ്. ഞാനിപ്പോൾ കുറേ വീടുകളിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർക്ക് വീടൊന്നും ഇല്ലായിരുന്നു, ഷെഡുകളായിരുന്നു. ഈ ഷെഡുകളുള്ളവർക്ക് സാമ്പത്തിക സഹായം വളരെ തുച്ഛമായി, ഒന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല. അവർക്കാണ് ഈ പുനർജനി പദ്ധതി പ്രകാരം കൂടുതൽ പ്രയോജനം ലഭിച്ചതെന്ന് തോന്നുന്നു. ഇവിടെ സാമ്പത്തിക സഹായം മറ്റു സ്ഥലത്തുനിന്നും ഇവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാത്തവരുടെ ലിസ്റ്റുകളാണ് MLAക്ക് ഞങ്ങൾക്ക് ഇവിടെ ഓരോ സ്ഥലത്തുനിന്നും കൊടുത്തിരിക്കുന്നത്. ഇത് വീടുകൾ മാത്രമല്ല, ഇവിടെ കടക്കാരുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തയ്യൽ മെഷീൻ, മറ്റ് ആട്, എരുമ അങ്ങനെയുള്ള കന്നുകാലികളെല്ലാം പോയപ്പോഴും താങ്ങും തണലുമായിട്ട് MLA ഉണ്ടായത്. VD സതീശന്റെ പുനർജനി പദ്ധതി പ്രകാരം വീടുകൾക്ക് മാത്രമല്ല ധനസഹായം ലഭിച്ചിട്ടുള്ളത്. ഇവിടുത്തെ സാധാരണക്കാരായ കച്ചവടക്കാർക്ക് പ്രളയത്തിൽ നഷ്ടമുണ്ടായപ്പോൾ അവർക്കും പുനർജനി പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ചിരുന്നു എന്നാണ്. അത് സത്യമാണോ? നമുക്ക് ഇവിടുത്തെ കച്ചവടക്കാരോട് തന്നെ ചോദിക്കാം. ഈ VD സതീശന്റെ പുനർജനി പദ്ധതി പ്രകാരം നിങ്ങൾക്കൊക്കെ സാമ്പത്തിക സഹായം ലഭിച്ചായിരുന്നോ പ്രളയം കഴിഞ്ഞപ്പോൾ? ലഭിച്ചല്ലോ, നമുക്ക് ലഭിച്ചു. അത് നിങ്ങൾ ഈ ഇവിടുത്തെ കടക്കാർക്കെല്ലാം കിട്ടിയോ? എല്ലാവർക്കും എനിക്ക് പറയാൻ പറ്റൂല. എനിക്ക് കിട്ടിയെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ചേട്ടൻ കോൺഗ്രസ്സുകാരനായോണ്ട് തന്നെയാണോ? ഇനി അതല്ല, കച്ചവടക്കാരെന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അല്ല. പ്രത്യേകിച്ച് സതീശനെ പോലുള്ള ഒരാള് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നോ കോൺഗ്രസ്സുകാരെന്നോ നോക്കിയിട്ട് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് എൻ്റെ അറിവ്. മനസ്സിലായത്?
ആ അടിസ്ഥാനത്തിൽ ഞാനൊരു ഇടപാടുകാരനാണ്, എനിക്ക് ഒരുപാട് ലോസ് വന്ന്. ഇതൊന്നുമല്ല, ഇതൊക്കെ ഒരുപാട് പോയിട്ട് ബാക്കിയാണ്. ഏയ് അപ്പോൾ ആ രീതിയിൽ എനിക്ക് സാമ്പത്തിക സഹായം തന്നു എന്നുള്ളത് ശരി തന്നെയാണ്. ഈ 2018 പ്രളയത്തിലല്ലേ? 2018 പ്രളയത്തിൽ എന്താ അന്ന് എത്ര വെള്ളം പൊങ്ങി, എങ്ങനെ ഒരുപാട് എൻ്റെ ഈ ഇതിലെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുണ്ട് ഒരു ഇത്രയും ഹൈറ്റിൽ വെള്ളം വന്നു. അരപ്പൊക്കം വെള്ളം ഇവിടുന്ന് ഏതാണ്ട് അരപ്പൊക്കം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും സർക്കാരിന്റെ സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചായിരുന്നു? സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സഹായവും അതിനെ തുടർന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഈ പുനർജനി പദ്ധതിയിലുള്ള സഹായം മാത്രമാണ് ലഭിച്ചത്. അതെ, പുനർജനിയാണ് എന്താണെന്നറിയാം, MLA ആനുകൂല്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് പിന്നീട് പുനർജനി എന്നുള്ള നാമകരണം ചെയ്തപ്പോൾ ആ പേരിലാണ് കിട്ടിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത് വി ഡി സതീശനെതിരെ CBI അന്വേഷണം വേണം. പുനർജനി പദ്ധതി പ്രകാരം അദ്ദേഹം പൊതുവെ പൊതുജനത്തിന് മനസ്സിലാകുന്നത് അദ്ദേഹം എന്തോ കൊള്ള നടത്തി, സാമ്പത്തിക ക്രമക്കേട് നടത്തി, വസ്തു വാങ്ങിക്കൂട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വി ഡി സതീശനെ പരവൂരിൽ തോപ്പിക്കും, നിയമസഭ കാണിക്കില്ല എന്നൊക്കെയാണ് ഇടതുപക്ഷം പറയുന്നത്. അപ്പോൾ പരവൂരിലൊരു വോട്ടർ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് അത്തരം ഒരു ജൽപ്പനങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാനില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നോ കോൺഗ്രസ്സുകാരെന്നോ നോക്കിയിട്ടല്ല ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ജനത്തിന് വേണ്ടി ഉപകാരം കിട്ടത്തക്ക രീതിയിലോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സാമ്പത്തിക സഹായമുണ്ട്, ഇതുപോലെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുത്തതൊക്കെ ആയിട്ട് നമുക്കറിയാം. നമുക്ക് വീടുള്ളതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് നീങ്ങിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ്. മനസ്സിലായോ? ചേർത്ത് പിടിക്കും. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ നമുക്ക് അത്തരം ആളുകളല്ലേ ആവശ്യം. ആക്റ്റീവായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സമർത്ഥനായ നേതാവ്, അത് കമ്മ്യൂണിസ്റ്റുകാരനായാലും ശരി കോൺഗ്രസ്സുകാരനായാലും ശരി. ഇവിടെ വി ഡി സതീശനെ വിട്ടിട്ട് ഞങ്ങൾക്ക് അപ്പുറത്തൊരു സതീശനില്ല. ഈ ഒരുപാട് പേര് ഇപ്പോൾ പറയുന്നുണ്ട് വി ഡി സതീശൻ ഈ പുനർജനി പദ്ധതി പ്രകാരം തട്ടിപ്പ് നടത്തി, സ്ഥലം വാങ്ങിച്ചു, പുള്ളി പണം തട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എന്താ പറയാനുള്ളത്? അത് ഒരിക്കലും ഇല്ല. പുള്ളി ഈ നാടിന് വേണ്ടി ഏതൊരു ആവശ്യത്തിനും ഓടിയെത്തുന്ന ഒരു MLA ആണ് നമ്മുടെ സതീശൻ സാർ. അപ്പോൾ എന്തൊരു അത്യാവശ്യ കാര്യത്തിന് വന്നാലും പുള്ളി നമ്മളോടൊപ്പം ഉണ്ടാവും. പിന്നെ ഒരു മരണാവശ്യമായാലും പുള്ളി ആ സമയത്ത് തന്നെ നമ്മുടെ വീട്ടിലുകളിൽ ഓടിയെത്തും. പിന്നെ അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കേസ് അല്ലെങ്കിൽ ഒരു ആശുപത്രി കേസായാലും പുള്ളിയുടെ ഇടയിൽ ചെന്നാൽ പുള്ളിനാവുന്ന സഹായം നമുക്ക് ചെയ്യാം. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ പുനർജനി പദ്ധതി പ്രകാരം വീട് കിട്ടാനും സഹായം കിട്ടാനും ഒക്കെ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ചെയ്യത്തുള്ളൂ, അതോ മറ്റുള്ള പാർട്ടിക്കാർക്ക് ചെയ്യൂ? ഇല്ല, മറ്റുള്ള പാർട്ടിക്കാർ ആരും കൂടെ എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അതല്ല ഞാൻ ചോദിച്ചത്, മറ്റുള്ള പാർട്ടിക്കാർക്കും വീട് സതീശൻ ഉപകാരം ചെയ്യൂ അതോ പാർട്ടി നോക്കിയിട്ടാണോ? പാർട്ടിയെ നോക്കിയല്ല പുള്ളി തന്നെ എല്ലാ ആൾക്കാർക്കും വീടുകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പം അപ്പുറത്തൊരു LDFന്റെ ടീമാണ്, അവർക്ക് വരെയും നമ്മുടെ MLA ആണ് ആ വീട് നമുക്ക് സഹായിച്ചു കൊടുത്തത്. അപ്പം അത് അവർക്ക് ഭയങ്കര ഉപകാരമായി. അവർ 3 സ്ത്രീകളാണ്, പക്ഷെ അവർക്കും കിട്ടിയത് MLA പ്രകാരമാണ് ഈ വീട് കൊടുത്തത്. അപ്പം നമ്മുടെ സാറാണ് നമ്മളെ സഹായിക്കാനായിട്ട് അന്നേരം ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഇദ്ദേഹത്തെ പോലെയൊക്കെയുള്ള ആളുകൾ ഒപ്പമുണ്ട് എന്നുള്ള കോൺഫിഡൻസ് ആണ് വളരെ ധൈര്യത്തോടു കൂടി പേടിച്ചു പോയെന്നങ്ങ് പറഞ്ഞേക്ക് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ പ്രതിപക്ഷ നേതാവിന് ഊർജ്ജം പകരുന്നത്. ഇവിടെ കാണാം, ഇവിടെ പഴയ ശിലാഫലകം ഇരിപ്പുണ്ട്. റോട്ടറി ക്ലബ്ബാണ് പുനർജനി പദ്ധതിക്ക് വേണ്ടി ഇദ്ദേഹത്തിന് ഈ വീട് വി ഡി സതീശൻ MLA നിർദ്ദേശപ്രകാരം നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള 300ഓളം ആളുകൾക്കാണ്, പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 300ഓളം ആളുകൾക്കാണ് പരവൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം പുനർജനി എന്ന പേരിൽ ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്ത് വി ഡി സതീശൻ സഹായം എത്തിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീടുകൾ മാത്രമല്ല, ഉപജീവന മാർഗ്ഗങ്ങളടക്കം കച്ചവടക്കാർക്കടക്കം ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളത്. എല്ലാ മറ്റുള്ള പാർട്ടിക്കാരൊക്കെ വാഗ്ദാനങ്ങൾ കുറേ കൊടുത്തു. പക്ഷേ വാഗ്ദാനങ്ങൾ മാത്രമല്ല ഇവർക്ക് കൊടുത്തത്, MLA വാഗ്ദാനങ്ങളൊന്നുമല്ല കൊടുത്തത്. നേരെ വന്ന് ആൾക്കാരായിട്ട് കണ്ടു, സംസാരിച്ചു, ബോധ്യം വന്ന വീടുകൾ മാത്രം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലിപ്പോൾ ബിജു പറഞ്ഞല്ല, ബിജുവിൻ്റെ വീട്ടിൽ അച്ഛനമ്മ ഇവർ 4 പേരും 2 മക്കളുമായിട്ടാണ് താമസിച്ചത്. 6 പേര് ഒരു വീട്ടിൽ താമസിച്ചത്. ആ വീടും നിശേഷം പോയിട്ടും താമസിക്കാനായിട്ട് ക്യാമ്പേ ഉണ്ടായുള്ളൂ. അന്ന് ക്യാമ്പിൽ തന്നെ MLA വളരെയധികം സഹായം, അവിടെ 2 മാസത്തോളമാണ് ഇവരവിടെ താമസിപ്പിച്ചത്. ഇതേപോലെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവർ ഈ പ്രദേശത്ത് തന്നെ വളരെയധികം ആൾക്കാർ അന്ന് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യയുടെ ഒരു വക്കിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. MLA ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്കറിയാം. ഇപ്പോൾ പറയുന്നുണ്ട് പുനർജനി പദ്ധതിയിൽ അങ്ങനെയാണ് ആനയാണ് ചേനയാണ്, അങ്ങനെ ഒന്നുമില്ല. ഇവിടെ എങ്ങനെ പോയി കഴിഞ്ഞാലും ജനങ്ങൾ MLA ഒപ്പം തന്നെയുണ്ട്. ഒരു എതിരാളികളില്ലാത്ത ഒരു പടക്കുതിര തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ പറവൂരിൽ മാത്രമല്ല കേരളത്തിൽ. വി ഡി സതീശനെ തോൽപ്പിക്കാൻ കരുത്തനായ നേതാവ് ഇടതുപക്ഷത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. കരുത്തനായ നേതാവ് ഞാൻ ഇപ്പോൾ വ്യക്തിപരമായിട്ട്, അതായത് പാർട്ടിക്കാരൊരു ആവശ്യം തന്നെയാണ്. ഈ പറവൂര് ഇന്നേ വരെ, അതായത് MLA നിന്ന് 2000-ന് ശേഷം ഞങ്ങളൊരു മത്സരം കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക്
ഒന്നും മത്സരിക്കാനായിട്ടുള്ള ഒരു ഏരിയനെ കിട്ടിയിട്ടില്ല. എല്ലാ ഇപ്പോഴും ഒരു ചാവേറിനെ കൊണ്ടുവന്ന് നിർത്തും. പിന്നെ ഈ ആൾക്കാരെ എവിടെ പോയി ഈ മത്സരിച്ച ആൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ഡിക്സൺ അദ്ദേഹത്തെ ഇവിടെ ആരും കണ്ടിട്ടില്ല. അതിന് ശേഷം അതിനു മുൻപും PK ഇവിടെ മകളായിരുന്നു. ഇവിടെ ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ ഇവിടെ ഒരു മത്സരം വരട്ടെ, അതിന് പറ്റിയ ആൾ ഇപ്പോൾ പ്രതിപക്ഷത്തുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കാണ്. ഭരണപക്ഷത്ത് അതെ, ഭരണപക്ഷത്തുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കാണ്. ഇവിടെ വന്ന് നിൽക്കട്ടെ. ഈ പിണറായി വിജയൻ ധർമ്മടത്തുനിന്ന് പരവൂരിലേക്ക് വരണമെന്ന് ആവശ്യം വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും പിണറായി വിജയനെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. ഇങ്ങോട്ട് ഈ പറവൂരിലേക്ക് വരട്ടെ. ഞങ്ങൾ PD സതീശനെതിരെ നിൽക്കട്ടെ. അപ്പോഴാണ് ഒരു മത്സരം ഞങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. ഇത് എതിരാളികളില്ലാത്ത ഒരു മത്സരമാണ് ഈ കണ്ട കാലം. അത്രയും ഞങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് അല്ലേ? ഓവർ കോൺഫിഡൻസ് അല്ല. ആര് വന്നു നിന്ന് കഴിഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യത്തിലും കൂടുതൽ ഭൂരിപക്ഷം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഞങ്ങൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കും. ഇപ്പോഴും ഇവിടുത്തെ വർക്ക് ഞങ്ങളുടെ പകുതി കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെതായ പിന്നെ UDFൻ്റെ വർക്ക് ഇവിടുത്തെ പകുതി കഴിഞ്ഞു. മറ്റുള്ള സ്ഥലത്തൊക്കെ തുടങ്ങാൻ പോകുന്നുള്ളതായിരിക്കും പാർട്ടിക്കാർ. ഇവിടെ പാർട്ടിക്കാർ മത്സരം തന്നെ തുടങ്ങിയിട്ടില്ല. ഞങ്ങളുടെ പകുതി വർക്ക് കഴിഞ്ഞു. മത്സരം ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ വെറുതെ പോസ്റ്റ് മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി. PD സതീശനായിരിക്കും വോട്ട് വീഴുന്നത്. അത് നമുക്ക് ഇലക്ഷൻ സമയത്ത് കാണാം. ഈ പുനർജനി പദ്ധതി പ്രകാരം ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായതിനു ശേഷം സാമ്പത്തിക സഹായം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? സതീശൻ സാമ്പത്തിക സഹായം നന്നായിട്ടുണ്ട്. അത് ഒരു 25,000 രൂപ സഹായിച്ച്. എന്തിനായിരുന്നു ഈ പൈസ കിട്ടിയത്? അത് കടകളിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സഹായം തന്നതാണ്. ഈ കട പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങിയത്? ഒരു പകുതിയോളം വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ. കട ഒരു ഏകദേശം ഈ ലെവലിലേക്ക്. പിന്നെ അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ ആൾക്കാരൊക്കെ വന്ന് നോക്കി. അപ്പോൾ അതിന് റിപ്പോർട്ട് നൽകിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൈസ തന്നിട്ടുള്ളത്. പിന്നെ ഇനിയും ഒരുപാട് കടങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ ഇനിയും എന്തായാലും കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയായിരുന്നു? അന്ന് കാലത്ത് 15,000 രൂപ തന്നിട്ടുണ്ടായിരുന്നു. സർക്കാർ തന്നതിനേക്കാൾ കൂടുതൽ പുനർജനി പദ്ധതി പ്രകാരം കിട്ടി. ഇവിടെ ചേട്ടനല്ലാതെ വേറെ കച്ചവടക്കാർക്ക് വല്ലതും കിട്ടിയോ? ചേട്ടന് മാത്രമാണോ? കടക്കാർക്ക് അന്ന് ആ സമയത്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. MLA പാർട്ടിക്കാർക്ക് മാത്രമാണോ കൊടുത്തത് അതോ മറ്റു പാർട്ടിക്കാർക്ക്? എല്ലാവർക്കും കൊടുത്തിരുന്നു. ഇപ്പോ ഇടതുപക്ഷ സർക്കാർ MLAക്കെതിരെ അന്വേഷണം, CBI അന്വേഷണം ഒക്കെ ആവശ്യപ്പെടുകയാണ് ഈ പദ്ധതി പ്രകാരം. എന്താണ് ഒരു പരവൂർ നിയോജകമണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിൽ പറയാനുള്ളത്? ആരും നല്ലതല്ല, അതിനെ വിമർശിക്കാൻ മറ്റുള്ളവരുണ്ടാവുമല്ലോ. ആ ഒരു അടിസ്ഥാനത്തിൽ ഞങ്ങളത് കാണുന്നുള്ളൂ. ചേട്ടൻ്റെ പേര്? ഗോപാലകൃഷ്ണൻ. നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. വിജിലൻസ് അന്വേഷിച്ചാലും CBI അന്വേഷിച്ചാലും ഒരു നിയോജക മണ്ഡലത്തിലൊരു പദ്ധതി എങ്ങനെ നടപ്പിലാക്കണമെന്ന റിപ്പോർട്ട് കൃത്യമായ അന്വേഷണത്തിനൊടുക്കം സർക്കാരിൻ്റെ മുന്നിലേക്ക് ആ അന്വേഷണ ഏജൻസി വെക്കും എന്ന് കോൺഫിഡൻറ്റോടെ PD സതീശൻ പറയുന്നത് അനുഭവങ്ങൾ, കഥകൾ പറയുന്നത് കൊണ്ടാണ്. ഇദ്ദേഹമൊക്കെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഈ പഴയ വീട് ആ പ്രളയത്തിൽ വന്ന് ഒലിച്ചു പോയ ദിവസം ഓർമ്മയുണ്ടോ? ഉണ്ട്. 2018 സംഭവം നടന്നിരുന്നത്. അപ്പം ഞങ്ങളിവിടെ അച്ഛനും അമ്മയെ കൂടിയാണ് കിടന്നിരുന്നത്. അപ്പം ഞങ്ങൾക്ക് അന്നേരം ആരും ഉണ്ടായില്ല. ലിൻസേട്ടനായിരുന്നു. ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനമാണോ? അതെ, കോൺഗ്രസിന്റെ പ്രവർത്തനം തന്നെയാണ്. പുള്ളിയാണ് ഓടി വന്ന് ഞങ്ങളെ സഹായിക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ടായത്. നിങ്ങളെ എന്നിട്ട് ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് മാറ്റിയോ? മാറ്റി. പുള്ളി വന്ന് ഞങ്ങളെ കൊണ്ടുപോയി അവിടെ ഒരു വീട്ടിലാക്കി തന്ന്. എന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ പോയത് വേറെ സ്ഥലത്തേക്ക്. അപ്പോൾ ആ പുള്ളിയാണ് അന്നേരം നമുക്ക് ഒരു കൈത്താങ്ങായിട്ട് ഉണ്ടായത്. MLA പറഞ്ഞു വിട്ടിട്ട് പുള്ളിയാണ് വന്ന് കാര്യങ്ങളൊക്കെ നടത്തിയത്. പിന്നെ എത്ര ദിവസത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് വരുന്നത് ക്യാമ്പിൽ നിന്ന്? 10-20 ദിവസം കഴിഞ്ഞതിന് ശേഷം. വരുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താ? ഇവിടെയൊക്കെ മറിച്ച് മുട്ടിന് ചെള്ളായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനും പിടിക്കാനൊക്കെ അന്നേരം നമുക്ക് ലിൻസേട്ടനും പിന്നെ പാർട്ടി പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. അല്ലാണ്ട് വേറെ നമുക്കാരും ഉണ്ടായില്ല. ഇപ്പോൾ ഞങ്ങൾ ഒരു കുപ്പി വെള്ളം കൊണ്ടെന്ന് വെച്ചപ്പോൾ തന്നെ പാർട്ടിക്കാർ വന്ന് ചോദിച്ചത് നിങ്ങൾക്ക് ഇത് എവിടെ നിന്നെത്തിയെന്നും പറഞ്ഞാണ് ചോദിച്ചത്. പക്ഷേ അത് നമുക്ക് അന്നേരം നമ്മുടെ പാർട്ടിയാണ് നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് ഉണ്ടായി. അല്ലാണ്ട് വേറെ ഇതിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ചേട്ടൻ്റെ പേര്? ബിജു. ബിജുവിനെ പോലെയുള്ള നൂറുകണക്കിന് ആളുകൾ പരവൂരിലുണ്ടായിരുന്നു. 2018 പ്രകൃതി ഒന്ന് താണ്ഡവമാടിയപ്പോൾ, ഒരു പ്രളയം പെയ്തൊഴിഞ്ഞപ്പോൾ സർവസ്വവും നഷ്ടപ്പെട്ടവർ. ആ ജനതയെ ചേർത്ത് പിടിച്ച നേതാവിൻ്റെ പേരാണ് VD സതീശൻ എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ. കാരണം ബിജുവിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പരവൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യവും. നേഷൻ ഫസ്റ്റിന് വേണ്ടി ക്യാമറ പേഴ്സൺ അൽ അഹദിനൊപ്പം രോഹിത്, നേഷൻ ഫസ്റ്റ്, കൊച്ചി.